ഹലോ, നമസ്കാരം. മഹിതം ഇമിറ്റേഷൻ ഗോൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കാണിക്കുന്നത് നമ്മുടെ കണ്ടസരം നെക്ലസിൻ്റെ ഒരു കളക്ഷനാണ്. ഇതിപ്പോൾ നമ്മൾ കണ്ടസരം നെക്ലസ്സിൽ കെമ്പ് സ്റ്റോണിലാണ് ചെയ്തിരിക്കുന്നത്, അതുപോലെ തന്നെ ത്രെഡിലും. ഇതിൻ്റെ ലോക്കറ്റ് റൗണ്ടിലാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ സെൻറ്ററും നമ്മൾ ഹാൻഡ് മെയ്ഡായിട്ട് തന്നെയാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വരുന്നത് 25, 50 പെറ്റൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ സെൻറ്റർ വരുന്നുണ്ട്. ഇതിപ്പോൾ എറൗണ്ട് നെക്കായിട്ടാണ് കിടക്കുക, അതായത് കഴുത്തിന് ചുറ്റുമായിട്ട് കിടക്കുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള വേറൊരു മോഡലാണ് ഇത് നമ്മൾ നേരത്തെ കണ്ട ആ ചന്ദ്രക്കല കഴിഞ്ഞ് കുറച്ചും കൂടി 2 പോയിൻ്റ് ലെങ്തും കൂടി ഉണ്ടാവും. ഇത് 15, 30 പെറ്റലാണ് വരുന്നത്. അതുപോലെ തന്നെ സെൻറ്റർ കുറച്ച് വലുതായിരിക്കും. ഇതും കെമ്പ് സ്റ്റോണിൽ തന്നെ നമ്മൾ ചെയ്തിട്ടുള്ള, ഇത് നെക്ക് ഫിറ്റ് ആയിരിക്കും. ഓക്കെ, ഇത് ത്രെഡ് ഉപയോഗിച്ചും നമുക്ക് ബാക്കിൽ സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്കത് ബാക്ക് ചെയിൻ, അഡ്ജസ്റ്റബിൾ ബാക്ക് ചെയിൻ ഉപയോഗിച്ചും നമുക്കത് സെറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ ചെയ്തിട്ടുള്ള ഇത് AD സ്റ്റോണിലാണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ 2 കാണിച്ചത് ത്രെഡിലാണ്. ഇതിപ്പം നമ്മൾ ചെയ്തിട്ടുള്ളത് AD സ്റ്റോണിലാണ് ചെയ്തിട്ടുള്ളത്. ഈ AD സ്റ്റോണിൽ ചെയ്തിട്ടുള്ളത് ഇത് നമ്മൾ ഇതിനുള്ളിൽ നൂല് മീൻസ് കോപ്പറിൻ്റെ തന്നെ നൂലാണ് നമ്മളിതിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഫ്ലെക്സിയാണ് കേട്ടോ. ഇത് നമ്മൾ കാണുമ്പോൾ സ്റ്റിഫാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് ഫ്ലെക്സിയാണ്. അപ്പോൾ ഇത് നമുക്ക് എത്ര വർഷം വേണമെങ്കിലും ഇത് ഇതേപോലെ തന്നെ നിൽക്കും. കെമ്പ് സ്റ്റോണിലും ഈ വർക്ക് തന്നെ ചെയ്ത് കഴിഞ്ഞാലും അത്ര കാലങ്ങളോളം നിൽക്കും. പിന്നെ ത്രെഡ് എന്ന് പറയാൻ നമുക്കൊരു കാലപരിധി ഉണ്ടാവും. പിന്നെ അത് എപ്പോഴും യൂസ് ചെയ്യാത്ത കാരണം നമുക്കത് കാലങ്ങളോളം നിലനിൽക്കുമെന്ന് മാത്രം. അപ്പോൾ അതിൻ്റെ തന്നെ AD സ്റ്റോണിൽ സെറ്റ് ചെയ്തിട്ട് ത്രെഡിൽ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിലും നമുക്ക് നമ്മുടെ ഈ മോഡലിൽ സെറ്റ് ചെയ്ത പോലെ തന്നെ നമുക്ക് ഇതിലും ത്രെഡ് ഒഴിവാക്കിയിട്ട് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇത് AD സ്റ്റോണാണ് കേട്ടോ. ഇത് AD സ്റ്റോണാണ്. അപ്പം മുന്നേ നമ്മൾ കാണിച്ച 2 കെമ്പ് സ്റ്റോണാണ്. ഇതും കെമ്പ് സ്റ്റോണാണ്. ഈ എറൗണ്ടായിട്ട് കിടക്കുന്നതും കെമ്പ് സ്റ്റോണാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു 5 കളക്ഷനോളം നമുക്കിതിൽ വരും. ഓക്കെ, താങ്ക് യു.